ഹായ് കൂട്ടുകാരെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സന്തോഷ വർത്തമാനം പറഞ്ഞിരുന്നുവല്ലോ. നമ്മളൊരു ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്തു എന്ന്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് കിട്ടിയ ഓർഡറിലേക്ക് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി പൊടിച്ച് പൊടികളാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് കുറച്ച് കാശ്മീരി മുളക് വാങ്ങിയിട്ടുണ്ട്. അതൊന്ന് കഴുകി നമ്മൾ വെയിലിപ്പോൾ ഉണ്ട് 2 ദിവസമായിട്ട്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഴയായിരിക്കും, അപ്പം നമുക്കതൊന്നും പറ്റില്ല. അപ്പം നമ്മൾ നേരത്തെ തന്നെ ഇതെല്ലാം കഴുകി പൊടിച്ച് വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഓർഡറിന് നമുക്ക് എടുക്കാമല്ലോ. പിന്നീട് ദൈവം അനുഗ്രഹിച്ച് ഓർഡറുകൾ വരുവാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കഴുകി പൊടിച്ച് വീട്ടിലെ വൃത്തിയിൽ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഇതെല്ലാം റെഡിയാക്കി വെക്കുകയാണ്. അധികം വലിയ ചെളിയൊന്നുമില്ല, കല്ലും കട്ടയും ഒക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഞെടുപ്പ് കളയാത്തത് നമ്മുടെ കറിക്ക് കൊഴുപ്പ് കൂടാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ മുളകിൻ്റെ ഞെടുപ്പ് ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ഒരു വട്ടമെങ്കിലും പൊടിപ്പിക്കുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കറിയുടെ കൊഴുപ്പ് നന്നായിട്ട് കൂടും. നമ്മൾ സാധാരണ ഞെടുപ്പൊക്കെ കളഞ്ഞ് വയ്ക്കുമ്പോഴുള്ള ഒരു രീതിയല്ല. നമ്മളിതെല്ലാം കളയാതെ വെച്ചിട്ട് നല്ല അതിനകത്ത് ഇലയും മറ്റുള്ള കല്ലും കട്ടയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ മതിയാവും. ഞെടുപ്പ് വെച്ചിട്ട് നിങ്ങളൊന്ന് ഒരു വട്ടമെങ്കിലും പൊടിപ്പിച്ച് നോക്കാം. അപ്പം നമുക്കറിയാം ആ ഒരു വ്യത്യാസമേ. അപ്പോൾ നമ്മളിതെല്ലാം കഴുകി വെയിലത്തിട്ടിട്ടുണ്ട് ഉണക്കാനായിട്ട്. നമുക്കിനി ഇതെല്ലാം നല്ലതായിട്ട് നിരത്തി കൊടുക്കണം. വെയിലുണ്ട്, പെട്ടെന്നൊന്ന് ഉണങ്ങി കിട്ടട്ടെ. എങ്കിലും 2 ദിവസത്തെ മിനിമം വേണം നമുക്ക് മല്ലിയെല്ലാം പാറ്റി പിറക്കി കല്ലും കട്ടയെല്ലാം കളഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ മല്ലി. മല്ലിയെല്ലാം നന്നായിട്ട് വൃത്തിക്ക് ഇത് 2 വട്ടം കഴുകിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഒരു വീഡിയോയുടെ ലെങ്ത് കുറയാൻ വേണ്ടിയിട്ട് കുറച്ച് കാണിച്ചെന്നേ ഉള്ളൂ. ശുദ്ധമായ പൊടിയിലുണ്ടാക്കുന്ന നല്ല ടേസ്റ്റുള്ള ക്ലൗഡ്